Giggly Cow. Hello guys. So today in this video ഞങ്ങൾ നിലമ്പൂർ വരെ പോവുകയാണ്. അത്രയുള്ളൂ. ഞങ്ങൾ എന്നും പോയി വരുന്ന സ്ഥലമാണ് ഗൈസ്. അത് വേറെ കാര്യം. പക്ഷെ ഞങ്ങൾ തേക്ക് ബീസൊന്നും വരില്ല, കനോലിപ്ലോട്ട് വരില്ല, അതൊന്നും പോയില്ല. ഓടി കണ്ടിട്ടില്ല. പുറത്തുനിന്ന് ഇങ്ങനെ വണ്ടി പോകുമ്പോൾ കാണാന്നുള്ളൂ. കാരണം അത് ഞങ്ങൾ വണ്ടിയല്ലേ ബസ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഓക്കെ, ഞാൻ ഇവിടെ പിന്നെ 2 സിസ്റ്റേഴ്സ് ഓഫ് ദി ക്യാമറ ഉണ്ട്. ഒരു സൂൺ ഞങ്ങൾ കാണിക്കും. ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനില് ഞങ്ങൾ റീച്ച് ആയിട്ടുണ്ട്. എവിടെയാണ്? ചാലിയാർ വ്യൂ പോയിന്റ്. ചാലിയാർ വ്യൂ പോയിന്റ് എന്തോന്നാണ് ഇവിടെ എഴുതി വെച്ചത്. അറിയില്ല, ഒരു ഫോറസ്റ്റ്, ഒരു ഫോറസ്ട്രി കൈൻഡ് ഓഫ് എ ഗോത്തിക് വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നല്ല പണിയാണ്. ഞങ്ങള് 4 ആളുകളാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് 3 ആളുടെ എടുത്തിട്ടുള്ളൂ. പിന്നെ അത് ചോദിച്ചു എന്തെങ്കിലും ലേസോ മഞ്ചോ ഇതെന്താ ഷീങ്കോ കയ്യിലുണ്ടോ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. ആക്ച്വലി സ്കൈ വാക്ക് ഉണ്ട് ഇവിടെ. ഒരു ഫോറസ്റ്റിന്റെ അകത്തൂടെയുള്ള ഒരു സ്കൈ വാക്ക് ഉണ്ട്. അതാണ് ഞങ്ങള് മെയിൻലി ഫോക്കസ് ചെയ്യണത്. അതിലൂടെ ഒന്ന് നടക്കണം എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും പോയി നോക്കാം. ഇതൊരു ചുരം വൈബാണ് തോന്നുന്നത്. ഇതിലൂടെ ഇങ്ങനെ, അത് കഴിഞ്ഞിട്ട് അതിലൂടെ അങ്ങനെ. പിന്നെ അതിന് ക്ഷീണിച്ചു സത്യം പറയാണെങ്കില്. കുപ്പിയില് വെള്ളമുണ്ട്. ക്ഷീണിച്ചാലും ഞാൻ ഓൾറെഡി എനിക്കറിയാം അതിങ്ങനെയൊക്കെ തന്നെ. കുറുക്ക് വഴി കണ്ടെത്തി. ആക്ച്വലി അതിലൂടെയാണ് നമ്മുടെ ചുരം റോഡ്. അതിലൂടെ എന്റെ കൈ കാണില്ല, കാരണം അതിലൂടെ അങ്ങനെ ചുരം റോഡ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇതിലൂടെ കയറിപ്പോയി. ലൈക്ക് എ ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ ക്ഷീണിച്ചു. ഞാൻ കാര്യം പറയട്ടെ, ഞങ്ങള് ഇനി മുകൾക്ക് എത്ര പോണം എന്നുള്ളൊന്നും അറിയില്ല. ഒന്നും അറിയാതെ വന്നതാ. ഞങ്ങൾ എടുക്കണ്ടോ? ഓക്കെ, ക്ഷീണിച്ചു. അപ്പൊ നല്ലൊരു ഇരിപ്പിടം കണ്ടു. നമുക്ക് വേറെ സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കായിരുന്നു. ഇനിയിപ്പോ കുന്നിന്റെ മേലെ എത്തിയിട്ട് അവിടെ ഇപ്പൊ സ്നാക്സ് ഒന്നും ഉണ്ടാവില്ല. ആക്ച്വലി നമ്മൾ ഈ പോകുന്ന സമയത്ത് ഈ നിലമ്പൂർക്ക് തന്നെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ ഇവർ രണ്ടാളും ഇവിടെ കോളേജിലാണ് പഠിക്കണെന്നുണ്ടെങ്കിലും കോളേജ് വീട് നമ്മുടെ സിസ്റ്റം ബെല്ലടിക്കാൻ നിൽക്കാണ്. പിന്നെ വീട്ടിലുണ്ടാവും. കാരണം 1 മണിക്കൂർ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് സിമ്പിളാ. ഇപ്പൊ ഒരു 3:30 വിട്ടാല് 3:45 വീട്ടിലുണ്ടാവും. അതാണ് അവസ്ഥ. ലാസ്റ്റ് അവർ ഒരു കട്ടാക്കിയിട്ടായിരിക്കും വരുന്നത്. ഒരു ഉല്ലാസയാത്ര. ഇയാള് പിന്നെ ഗൾഫിൽ നിന്ന് വന്നപ്പോ പ്ലാൻ ചെയ്തതാണ് ഇതുപോലെ ഒരു KSRTC ഉല്ലാസയാത്ര പോകണം എന്നുള്ളത്. പക്ഷെ നമ്മള് പ്ലാനിങ് ഡെയിലി നടക്കുമെന്ന് പറഞ്ഞ പോലെ ഡെയിലി നമ്മളെ പ്ലാനിങ് ഉണ്ട്. പക്ഷെ നടക്കുവോ? ഇല്ല, നമ്മള് നടക്കൂല. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മള് എന്ത് വിചാരിച്ചു, വേണ്ട, ഇവരെന്നും പോയി വരുന്ന ഏരിയ ആണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത്. എന്നാലും നമ്മൾ നിലമ്പൂര് ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ ആ കനോലി പ്ലോട്ട് കാണുന്നല്ലാതെ അതിന്റെ അകത്തൊന്നും നമ്മള് അങ്ങനെ വിസിറ്റ് ചെയ്യലില്ല. കനോലി പ്ലോട്ടിന്റെ അകത്തൊന്നും നമ്മൾ കയറിയിട്ടില്ല. ഇന്നിപ്പോ വിചാരിച്ചു ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങിയിട്ട് പിന്നെ തേക്ക് മ്യൂസിയം, കനോലി പ്ലോട്ട്, ഈ 3 സ്ഥലങ്ങളാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പൊ തന്നെ ടൈം എന്തായി? 1:30 ആയി കഴിഞ്ഞു. നോക്കാം ഇൻഷാ അല്ലാ. അപ്പൊ ഇനി ഇതിന്റെ മുകൾക്ക് ഇതന്നെ ഇനി എത്ര പോകാനുണ്ട് മുകൾക്ക് എന്നുള്ളത് അറിയൂല. ജസ്റ്റ് നമുക്ക് പോയി നോക്കാം. ക്ഷീണിച്ചു, കുറച്ചേരം ഇരുന്നു, ഇനി പോവാം. ഈ പറഞ്ഞ നേരം ഇരുന്നാല്
മുകളിലെത്തുമ്പോഴേക്ക് വൈകുന്നേരം ആവും. പിന്നെ ഇവിടെ നേരത്തെ ഇരിക്കേണ്ടി വരും. അടിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ സ്കൈ വാക്ക് ചെയ്യുകയാണ്. ഇത് വേർത്ത് എക്സ്പീരിയൻസ് ആണ്. കാലൊക്കെ നല്ലതാണെങ്കിൽ. ഞങ്ങളിപ്പോ 4 സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുള്ളൂ ഗൈസ്. അത് പാവടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് സ്കൈ വാക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ താഴോട്ട് പോവാനുണ്ട്. ഇവിടെ എന്താണ് കേൾക്കുന്നത്? പ്രേതം എന്തുമ്പോ ചെയ്തേക്ക്. പ്രേതോ? നമ്മൾ ഇതിമേൽ തല വെച്ച് നോക്കിയപ്പോ ഓരോരുത്തരിങ്ങനെ ഇറങ്ങുന്ന ആ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, അത് ഇതിമേൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പ്രേതം പ്രേതത്തിനുണ്ടോ? ആരെ പ്രേതം? ഇതിലൂടെ നല്ല വ്യൂ ഉണ്ട്. നമ്മുടെ നല്ല ഹൈറ്റിലാണ് ഇത് കേട്ടോ. ഇതിന്റെ നോക്ക്, ഇതിന്റെ അറ്റത്ത് എന്തായിരിക്കും? വാട്ട്സ് ദ വ്യൂ യു തിങ്ക്? ആയിരിക്കൂലേ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഈ സ്കൈ വാക്കൊക്കെ വരുന്നതിന് മുൻപ് ഈ കാണുന്ന ഈ ഒരു ഏരിയയിലൂടെ അല്ലെങ്കിൽ ആ സ്റ്റെപ്പിലൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ക്ഷീണിച്ചോ? പറയൂ അനുമിന. നിങ്ങൾക്ക് ഈ ഒരു സന്ദർഭത്തിൽ, ഈ സ്കൈ വാക്കിന്റെ ഈ ഒരു സന്ദർഭത്തില് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറ. ഞാൻ കണ്ടിട്ടില്ല ആൾക്കാരൊന്നും. പറ മിന്ന, പറ. എന്താ എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് വെച്ചാല് കേറുമ്പോ മുട്ടുകാല് വേദന ആവാതിരുന്നാ മതി, ബാക്കിയൊക്കെ ഓക്കെയാ. കഴിഞ്ഞാൽ വേറെ
നമ്മള് മൊത്തത്തില് കാട്ടിലൂടെയാണ് വരുന്നത്. കാടിന്റെ നടുവിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളിപ്പോ ഡെഡ് എൻഡിൽ എത്തി നിൽക്കുന്നു. Hello guys. So we came back from that skywalking. It was actually like pretty good. But if we are being too honest, it's kind of difficult. The climb down was easy, of course. Climb down. Yeah, it was easy, the stairs. But the thing was, Climbing back is it's kind of like it's not too difficult, but we can. But it's kind of tired. We can get tired while climbing up. Back. Yeah, our knee will gonna get tired. Actually, the place, this bungalow kunna, is kind of good. Actually, the skywalking is a worth experience. By the way, yeah, we are heading out, and we need to fill up our water bottle because we just run out of water, and there are so many family here. ആക്ച്വലി ഒരു കാര്യം ചെയ്യട്ടെ, ഞങ്ങളിപ്പോ നിക്കണ ഏരിയന്റെ കേൾക്കുണ്ടാവൂലേ ബാക്ക്ഗ്രൗണ്ടില് അവിടെ ഒരു ഫോറസ്റ്റിന്റെ എന്തോ പരിപാടി, ഫോറസ്റ്റ് ഓഫീസ് എന്തോ ആണ്, ഒരു ഡോർമിറ്ററിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അതിന്റെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. പിന്നെ ആ വാട്ട് ഞങ്ങളുടെ ഈ വീഡിയോ എടുക്കുന്നതിന്റെ തൊട്ട് ബാക്കിൽ വലിയൊരു പാറ ഉണ്ട്. അതെങ്ങനെ ഇവിടെ വന്നത് അവല് LKG കിട്ടാൻ ചോദ്യം നീ പറഞ്ഞോണ്ടോ അതെങ്ങനെ ഇവിടെ വന്നത്? പൊട്ടത്തിരിക്കുന്നത്തെ സ്ഥലം ഇവിടത്തൊക്കെ ഇവിടെ പൊട്ടിച്ചത് നിലത്താണെന്നുണ്ടെങ്കിൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ പാറ തന്നെ പോവാം. വേണ്ട ഇനി ഫുഡ് കഴിക്കണം. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുണ്ട്. ഇനി ചന്തക്കുന്ന് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കനോലി പ്ലോട്ടാണ്. ഇപ്പൊ ടൈം കുറച്ച് ആയതുകൊണ്ട് കനോലി പ്ലോട്ടിക്കാണ് നേരെ വിടുന്നത്. കനോലി പ്ലോട്ട് അപ്പോ കനോലി പ്ലോട്ട് പോയിട്ട് ഇനി അവിടെ എൻട്രി കഴിയോ എന്താന്നുള്ളത് അറിയൂല. പോയി നോക്കാം. ഓക്കെ ബൈ. കൊടുക്കണ്ടേ പീൽ ഓഫ് മാസ്ക് അറിയോ? എന്ത് പീൽ ഓഫ് മരം? ഓ ചീന്തി പോയതടി. പോരും ഇനി പോയിട്ട് കൊറേ പരിപാടിയുണ്ട്. ഞങ്ങള് പോവാ. വാടി ഞങ്ങൾ ഇറങ്ങാണ്. എവിടുന്ന് പേരെന്താ? It was a good experience, by the way. But yeah, നൈസ്. it was nice. The forestry, the ambience, and the vibe. Everything was good.